സദസ്സിന് വന്ദനം. ഞാനിവിടെ പറയാൻ പോകുന്ന കഥയുടെ പേരാണ് തയ്യൽക്കാരനും ആനയും. എന്താ കഥയുടെ പേര്? ഒരു ആനയുണ്ട്. ആ ആന ഒരു തയ്യൽക്കടയുടെ മുമ്പിലേക്ക് കൂടെ ദിവസം ഒരു പുഴയിലേക്ക് കുളിക്കാൻ പോകും. എന്നാക്കല് കുളിക്കാൻ പോകുന്ന സമയത്ത് തയ്യൽക്കടക്കാരൻ എന്ത് പണിയെടുക്കുന്ന ദിവസം ഒരു പഴം എടുത്തിട്ട് ആർക്ക് കൊടുക്കും? ആനക്ക് കൊടുക്കും. ആന ആ പഴം നിന്നിട്ട് നേരെ പുഴയിൽ പോയിട്ട് കുളിക്കും. കുളിച്ചിട്ട് നല്ല വീട്ടിലേക്ക് തന്നെ തിരിച്ച് വീട്ടിലെത്തും. അങ്ങനെ ദിവസം പോകും. ഒരു ദിവസം എന്ത് പണി പറയാ, ഈ തയ്യൽക്കാരൻ എന്നോ ദേഷ്യത്തിന് ഈ ആന ആ തയ്യൽക്കാരന്റെ മുമ്പിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഈ ആനക്ക് ഈ തുന്നുന്ന സൂചി എടുത്തിട്ട് മൂക്കിന് തന്നെ ഒറ്റ കുത്തു കൊടുത്തത്. കുത്തു വേദന കൊണ്ട് സഹിക്കാൻ കഴിയാതെ ഇങ്ങനെ കണ്ണെന്ന് വെള്ളം വരുന്ന ആനക്ക് ആന അടുത്തേക്ക് പോയി. വീട്ടിലല്ല, പുഴയിലേക്ക്. ദിവസം പുഴയിലേക്ക് കുളിക്കാൻ പോകും. അന്നും ഈ വേദനയോടുകൂടെ ആര് കുളിക്കാൻ പോയി? ആന കുളിക്കാൻ പോയി അല്ലേ? ആന കുളിക്കാൻ പോയിട്ട് ആന കുളിച്ചിട്ട് വരുമ്പോ എന്ത് പണിയെടുത്തു പറയാ, തുമ്പിക്കൈ കണ്ടിട്ടാണല്ലേ? തുമ്പിക്കൈ അങ്ങനത്തെ തുമ്പിക്കൈ, എന്നിന്റെ തുമ്പിക്കൈ അല്ലേ? ആ തുമ്പിക്കൈ നിറച്ചും വെള്ളം എടുത്തു. എന്നെടുത്തത് വെള്ളം എടുത്തിട്ട് നല്ല ഇങ്ങനെ നടന്നു. വേദനയുണ്ട്, തുമ്പിക്കൈ കുത്തിയിട്ടിട്ടേ നല്ല വേദനയുണ്ട്. എന്നിട്ട് ആ വേദന കൊണ്ട് ഇങ്ങനെ വരുന്നു. എടുത്തേ കൂടെ വന്നോ, ഇതിലേ കൂടെ വന്നോ? വെള്ളം എടുത്തിട്ട് ഇതിലെ കൂടെ വന്നു. റോഡുമിലെ നടന്ന് തയ്യൽക്കടയുടെ മുമ്പിലേക്ക് കൂടെ വന്നു. അപ്പൊ തയ്യൽക്കടക്കാരൻ തുന്നുന്നുണ്ട്. ദേഷ്യം വന്നിട്ട് ഈ തുമ്പിക്കൈയില് വെള്ളം എടുത്തിട്ട് ആന എന്താക്കി? വെള്ളം ചീറ്റി ആ കട മൊത്തം വെള്ളം നിന്നു. അത് ഇഷ്ടായോ?